ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ഒരു ചാപ്റ്ററിലെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് ചോദിക്കും. അപ്പോൾ എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്? ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് അപ്പോൾ എന്താണ് മക്കളെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്? ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ആരൊക്കെ ഉണ്ടാവും? അവിടെ അതിലൊരു പ്രൊമോട്ടർ റീജിയൻ ഉണ്ടാവും. പ്രൊമോട്ടർ റീജിയൻ. രണ്ടാമത് ആരുണ്ടാവും? സ്ട്രക്ചറൽ ജീൻ ഉണ്ടാവും. സ്ട്രക്ചറൽ ജീൻ. മൂന്നാമത്തത് ടെർമിനേറ്റർ. മൂന്നാമത്തെ റീജിയൻ ഏതാ? ടെർമിനേറ്റർ. ഓക്കെ അല്ലേ? ശരി. ഇനി ഈ ഡയഗ്രാം ക്വസ്റ്റ്യനിൽ തരും. ഡയഗ്രാം തന്നിട്ട് എവിടെയാണ് പ്രൊമോട്ടർ റീജിയൻ ഉണ്ടാവുക എന്ന് ചോദിക്കും. എവിടെയാണ് പ്രൊമോട്ടർ റീജിയൻ ഉണ്ടാവുക? പ്രൊമോട്ടർ റീജിയൻ കോഡിംഗ് സ്ട്രാൻഡ്. ഇതാണ് കോഡിംഗ് സ്ട്രാൻഡ്. കോഡിംഗ് സ്ട്രാൻഡിന്റെ 5' ടെർമിനേറ്റർ റീജിയൻ കോഡിംഗ് സ്ട്രാൻഡിന്റെ 3' റീജിയനിലാണ് ഉണ്ടാവും. എന്താ പ്രൊമോട്ടർ റീജിയൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണോ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ റീജിയനെ വിളിക്കുന്ന പേരാണ് പ്രൊമോട്ടർ. എവിടെയാണോ ട്രാൻസ്ക്രിപ്ഷൻ എൻഡ് ചെയ്യുന്നത് ആ റീജിയൻ എന്ത് വിളിക്കും? ടെർമിനേറ്റർ. അപ്പൊ ഇതാണ് നമ്മളുടെ പ്രൊമോട്ടർ. ഇതാണ് പ്രൊമോട്ടർ. ഇതെന്താ? ടെർമിനേറ്റർ. ഈ പ്രൊമോട്ടറിന്റെയും ടെർമിനേറ്ററിന്റെ ഇടയിൽ കാണുന്ന ഈ റീജിയനെ വിളിക്കുന്നവരാണത് സ്ട്രക്ചറൽ ജീൻ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും നമ്മൾ എന്തിരിക്കണം? നമ്മൾ എക്സാമിന് പോകുമ്പോൾ ഇത്രയും അറിഞ്ഞിരിക്കണം. മസ്റ്റ് നോ ടോപ്പിക്കാണ്, ഹോട്ട് ടോപ്പിക്കാണ്.